എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കപ്പ ബിരിയാണിയാണ്. കപ്പയും പോത്തിന്റെ വാരിയലും അതിലെ ഇറച്ചിയും എല്ലാം കൂട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പോത്തിന്റെ വാരിയലും അതിലെ ഇറച്ചിയുടെ ആ രുചിയും, പ്രത്യേകിച്ചും അതിൻ്റെ ആ പോത്തിന്റെ വാരിയലും ആ നട്ടെല്ലാം കൂടി ചേരുന്ന ഭാഗത്തൊരു ഇറച്ചിയുണ്ട്, റിബൈ എന്ന് പറയും. അത് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് റിബൈ. ആ ഇറച്ചിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞ് കട്ട് ചെയ്ത് വാങ്ങിച്ച ഇറച്ചിയാണത്. ഞാൻ ഒത്തിരി വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ബീഫിലെ വെള്ളവും അതിൻ്റെ നെയ്യെല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമുക്ക് ആ ബീഫിന് അതിനൊരു ഹാഫ് ഗ്രില്ല് ബീഫിൻ്റെ ടേസ്റ്റാണ് കിട്ടുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. അതിലേക്ക് ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാം. നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കുകയാണ് വേവിക്കുന്നത്. ഇനി അതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് ഒന്ന് വഴട്ടാം ആദ്യം. അത് ചെറുതായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറുള്ളിയും കൂടെ ഇട്ട് വഴട്ടാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇറച്ചിക്കുള്ള ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇറച്ചി ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചത്. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും സവാളയും എല്ലാം കൂടെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴട്ടാം. ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതിന് എരി കുറവായിരിക്കും, നിറമുണ്ടായിരിക്കും. അതെല്ലാം കൂടെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പെരിഞ്ചീരകവും ഇറച്ചി മസാലയും കൂടെ ഇട്ട് വഴട്ടാം. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് ഇളക്കാം. ബീഫിനെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് വെച്ചാൽ ഇപ്പോൾ നല്ല അത്യാവശ്യം വെള്ളം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ വെള്ളത്തിൽ ഇങ്ങനെ വേവിക്കാം. ബീഫും മസാലയും എല്ലാം കൂടെ നന്നായി യോജിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ബീഫിൻ്റെ വെള്ളം വേകുന്നതിന് മുമ്പ് മുഴുവൻ പറ്റിപ്പോവാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒത്തിരി ചാറായിട്ട് എടുക്കണ്ട. ചാറായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു മുമ്പ് പറഞ്ഞ പോലെ ഒരു ഹാഫ് ഗ്രില്ല് ബീഫിൻ്റെ ടേസ്റ്റോടെ ബീഫിന് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചില ഇറച്ചി മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഇറച്ചി മസാല എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ റോഡ് പൊടിച്ചെടുത്താണ്. അതിൻ്റെ അകത്ത് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ മീറ്റ് മസാല കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം എല്ലാം പുള്ളി ചേർത്തായിരിക്കും വരുന്നത്. ഇത് അങ്ങനത്തെ അല്ല, ഇത് നമ്മൾ മസാല വാങ്ങിച്ച് പൊടിച്ചതാണ്. ഇപ്പം നമ്മുടെ ഇറച്ചിയെല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അതിലേക്കിട്ട് 3-4 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് വറുത്തിടുന്നുണ്ട്. അതിനായിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി വറുത്ത തേങ്ങയും കൂടെ കപ്പയിലേക്ക് ഇട്ട് നന്നായി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ചു വെച്ച് ചെറുതീയിൽ നമുക്ക് ശകലം വേവിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള കടുക് താളിക്കാം. അപ്പോൾ കടുക് താളിക്കാനായിട്ട് കടുകും ശകലം കറിവേപ്പിലയും ലേശം കുരുമുളക് പൊടിയും കൂടെ അതിനകത്ത് ഇടുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് നന്നായി താളിച്ച് നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി. ഇപ്പം നമ്മുടെ കിഡിലും കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം വെള്ളമൊന്നും ഒഴിക്കാഞ്ഞുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇറച്ചിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചൂടോട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ചൂടോട് തന്നെ കഴിക്കാൻ ശ്രമിക്കണം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചാനൽ സബ്സ്ക്രൈബ് ഉള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.